നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ, ലീഫ്ടെക് മെഡിലൈഫ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആരോഗ്യനികേതനം എന്ന വീഡിയോയുടെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ഭാഗമാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജി വിജയകുമാർ നമ്മോടൊപ്പം ഉണ്ട്. പ്രമേഹ രോഗികളും പ്രമേഹമില്ലാത്തവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ പല സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇതിലൂടെ ഡോക്ടർ നമുക്ക് തരുന്നത്. ആരോഗ്യനികേതനം എന്ന ആശയം ഒരു നല്ല പാർക്കിന്റെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചത് വിജയകുമാർ ഡോക്ടർ ആണ്. അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കാണാനും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും കഴിഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമേ തന്നെ അദ്ദേഹത്തോട് നന്ദി പറയുന്നു, അതുപോലെ ഈ പാർക്ക് മുഴുവൻ കാണുന്നതിനും. അവിടെയുള്ള കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായി പറഞ്ഞു തന്ന ഡോക്ടർ വിഷ്ണുവിനോടും നന്ദി പറയുന്നു. ഇത് കുറച്ചു നീണ്ട ഒരു വീഡിയോ ആണ്, എല്ലാവരും സഹകരിക്കുക. ഡോക്ടർ പേര് വിജയകുമാർ. ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടാണ്? ഇത് ഈ ഒരു കോൺസെപ്റ്റിൽ ആരോഗ്യനികേതനം എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ട് 14 വർഷത്തോളമായി. പക്ഷേ ഇപ്പോൾ ഉള്ള രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് എന്ന് ഇൻഫോർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, ഹെൽത്തിനെ കുറിച്ച് ആളുകളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു എന്റർടൈൻമെന്റ്, വെറുതെ പഠിപ്പിക്കുക എന്ന് മാത്രമായിട്ടാവുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കത്തില്ല. ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്ന് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ഇപ്പോൾ അതിന്റെ ശരിക്കുള്ള പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണ തോതിൽ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു തുടങ്ങാനൊരു നല്ലൊരു പ്രചോദനം അത് ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിന്റെ ഒരു ഇപ്പോഴത്തെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ്. അപ്പം ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആണ്. കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഡയബറ്റിസ് അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ചികിത്സയിലാണ് നമ്മൾ കൂടുതലായിട്ടും. എല്ലാ ഫിസിഷ്യൻസും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ അത് മനസ്സിലാക്കിയപ്പം കേരളത്തിലൊരു 50 വർഷം മുമ്പ് 2% ആളുകൾക്ക് ഡയബറ്റിസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് സർവേ അനുസരിച്ചാണ് 2017 ഞങ്ങൾ നടത്തിയ ഒരു സർവേയിലാണ് 27%. ഇപ്പോൾ 2% നിന്ന് 40 കൊല്ലമൊക്കെ കൊണ്ട് 27% ഡയബറ്റിസ് കൂടി. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ് അങ്ങനെയുള്ള എല്ലാം വളരെ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചികിത്സാ സൗകര്യം ഉള്ളതുകൊണ്ട് മരണം കുറവാണ്, പക്ഷെ മോർട്ടാലിറ്റി കുറവാണെങ്കിലും മോർബിഡിറ്റിയാണ് വളരെ കൂടുതലാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ. അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം 2-3 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആഹാര രീതിയിലുണ്ടായ ഭയങ്കരമായിട്ടുള്ള മാറ്റം. രണ്ടാമത്, എക്സസൈസ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ. മൂന്നാമത്, മാനസിക സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴത്തെ ജോലികളും അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ IT രംഗത്തെ ജോലികളൊക്കെ ആണെങ്കിൽ തന്നെ ഒട്ടും ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളും കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്, അതിന് മരുന്നുകൊണ്ടുള്ള ചികിത്സയേക്കാൾ കൂടുതൽ ഈ 3 ഘടകങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാലത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടും. ആ ഒരു തോന്നലിൽ നിന്നാണ് ശരിക്കും ഇങ്ങനൊരു സ്ഥാപനം വേണം. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് 3 ഘടകങ്ങൾ നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ടായിരിക്കും പറയുന്നത്. ആഹാരം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, അപ്പോൾ അതിനുള്ളൊരു അവന്യൂ വേണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്ററായിട്ടാണ്, ബോധവൽക്കരണം എന്നുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്റർ എന്നുള്ള രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തേക്കുന്നത്. ഡോക്ടർ, പിന്നെ വേറെ എൻ്റെ ഒരു സംശയമല്ല, പബ്ലിക്കിനിടയിലൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു അമേരിക്കൻ ലോബിയാണ്. ലോകത്തിലെമ്പാടുമുള്ള ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ബ്ലഡ് ഷുഗർ ലെവല് അവരാണ് കൺട്രോൾ ചെയ്യുന്നൊരു സംസാരം. അതായത് അവർ പറയുന്നതാണ് മറ്റ് വേൾഡ് വൈഡായിട്ട് അംഗീകരിക്കുന്നത്. അല്ല, അതിനകത്തൊരു വസ്തുത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊക്കെ ഒരു 2000 വരെയുള്ള ഒരു സമയത്ത്, അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140 മുകളിലാകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ കുറവായിരുന്നു അതിന് മുമ്പ്. ഇപ്പോൾ അതിനുശേഷം 2000 early 2000-ലൊക്കെയാണ്, അത് 1990s അവസാന ഭാഗത്താണ് ശരിക്കും പുതിയ ക്ലാസിഫിക്കേഷൻ വന്നത്. ഓഫ്കോഴ്സ് ഈ മോഡേൺ മെഡിസിൻ്റെ ഈ റിസർച്ചുകളെല്ലാം തന്നെ അമേരിക്കൻ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ യൂറോപ്പ് ബേസ്ഡ് ആണ്. നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ റിസർച്ചുകളൊന്നും വരുന്നില്ല. അപ്പോൾ അവിടെ നിന്നുള്ള റെക്കമെൻഡേഷൻസ് ആണ് വരുന്നത്. പക്ഷേ അതെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ.
കാരണം അത് 140 എന്നുള്ളത് 126 താഴെ 100 മുതൽ 126 വരെ, അത് 126 മുകളിലുള്ളവർക്ക് ഡയബറ്റീസും 100 മുതൽ 126 വരെയുള്ള ഫാസ്റ്റിംഗ് ഷുഗർ ഉള്ളവർക്ക് പ്രീ ഡയബറ്റീസും. ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന അതാണ്. പക്ഷേ അത് അങ്ങനെ 140 നിന്ന് 126 ആ ഫാസ്റ്റിംഗ് ഷുഗറിൻ്റെ അവസ്ഥ കൊണ്ട് താഴ്ത്തതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതൊരു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫ്രമിംഗ്ഹാം സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക നടത്തിയ സ്റ്റഡികളിൽ അതായത് 126 മുകളിലുള്ളവർക്ക് ഹാർട്ട് ഡിസീസ് വരുന്നതിനേക്കാൾ കുറവാണ് 126 താഴെയുള്ളവർക്ക്. അതായത് ഡയബറ്റീസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, ഷുഗർ കൂടുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻസ് കുറവാണെന്നുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൻ്റെ ഭാഗത്തിൽ കുറേ വർഷങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഫിക്സ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ തന്നെ സ്റ്റഡി ചെയ്ത് ഞാൻ തന്നെ ഞങ്ങൾ 2 എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഡിഫറൻസ് നമുക്ക് അത് ശാസ്ത്രീയമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതൊരു ലോബി എന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഈ താഴ്ത്ത് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അംഗീകരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം അതൊരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് എൻ്റെ അഭിപ്രായമല്ല, പൊതുവെ ഈ പബ്ലിക് സ്പീച്ചിലൊക്കെ ചിലപ്പോൾ കേൾക്കാറുള്ളത്, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഏത് രാഷ്ട്രീയം XY. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ അവരുടെ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ അമേരിക്കൻ ലോബി 1% അല്ലെങ്കിൽ 1 പോയിൻ്റ് ഈ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാരെ ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് മാറുന്നു. യഥാർത്ഥത്തിൽ അവരല്ല, പക്ഷേ ഇവരിങ്ങനെ കുറയ്ക്കുമ്പോൾ ആ റീഡിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ മുഴുവൻ ഡോക്ടർമാരും ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇതാകുന്നു. ഇക്കാലത്താണ് ഇങ്ങനെ കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റ് വരുന്നത്. പണ്ടും ഇതേ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഡോക്ടർ പറഞ്ഞാൽ ജീവിതശൈലി കുറച്ച് മാറിയിട്ടുണ്ട്. ബയോ ഫുഡുകളൊക്കെ ആയിരുന്നു കൂടുതലും കഴിക്കുന്നത്, പല രാസവളം. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അന്ന് ഇത്ര കണ്ടില്ലായിരുന്നു. അത് ടെക്നോളജി വളർന്നതിൻ്റെ ഒരു ദോഷമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിലെത്രത്തോളം അല്ല, അത് വളരെ അതിന് ശാസ്ത്രീയമായിട്ടൊരു മറുപടി പറയാനുള്ള പഠനം നടത്താനുള്ള സൗകര്യങ്ങളോ ഒന്നും എനിക്കുമില്ല, ഇന്ത്യയിലും ഇല്ല. പക്ഷേ നമുക്ക് ഈ അനുബന്ധമായിട്ടുള്ള കുറേ എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികളുള്ള സംസ്ഥാനം. കേരള നമ്പർ 1 എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ശരിക്കും. 27% അതേസമയം നമ്മളിപ്പോൾ ബീഹാറിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 8% ഡയബറ്റീസ് രോഗികൾ. അപ്പോൾ ഒരു ലോബി ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, അവിടെ എങ്ങും വരുന്നില്ല. അപ്പോൾ ലോബി എന്നുള്ള അവിടെ തന്നെ തിരിയാണ്. അപ്പോൾ ഇതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ത്യയും കേരളവും ഇപ്പം പിന്നെ ബീഹാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു റാപ്പിഡ് ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞൊരു 1980-കൾക്ക് മുമ്പ്. കേരളവും ബീഹാറും രാജസ്ഥാനും എല്ലാം ഏതാണ്ട് ഒരുപോലായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കറിയാം പട്ടിണിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു പാവപ്പെട്ടവർക്ക്. പിന്നെ അത്യാവശ്യം ആഹാരം കഴിക്കുക, ബേക്കറികളേ ഇല്ലായിരുന്നു. അതുപോലെ എല്ലാം കൃഷിക്കാരായിരുന്നു, അധ്വാനമുള്ളായിരുന്നു. സ്കൂളിൽ പഠിക്കുന്നത് ഞങ്ങളൊക്കെ 4-5 കിലോമീറ്റർ നടന്നാണ് പോയി സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് എല്ലായിടും ഇന്ത്യ മൊത്തം ഒരുപോലെയായിരുന്നു. അതിൽ നിന്ന് കേരളം വളരെ പെട്ടെന്ന് 1980-കൾക്ക് ശേഷം നമ്മളൊരു ഗൾഫ് ബൂം വന്നു. ഗൾഫിലോട്ട് ആളുകൾ പോയിട്ട് പെട്ടെന്ന് റിച്ചായി. അതായത് അത് നമ്മുടെ ജീനുകൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആഹാരം കുറവുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെയാണ്. ത്രിഫ്റ്റി ജീൻ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ജീനുകൾ ത്രിഫ്റ്റിയാണ്. അതായത് ഈ എന്താ പറയുക കൂടുതൽ എന്താ പറയുക പിശുക്കന്മാരാണ് ജീനുകൾ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അവിടെ പ്രിസർവ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ജീനുകൾ പഠിച്ചേക്കുന്നത്. അതായത് വിളവെടുപ്പ് കാലത്ത് ഇഷ്ടം പോലെ കഴിക്കും, ക്ഷാമകാലം വരുമ്പോൾ അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ത്രിഫ്റ്റി ജീൻസാണ്. പക്ഷേ 80-കൾക്ക് ശേഷം കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഫീസ്റ്റാണ്. ഇപ്പം ഇത് പട്ടിണിക്കാലം ഇല്ല, എല്ലാ ദിവസവും നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുകയാണ്. അപ്പോൾ അത് അഡാപ്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ജീനുകൾ. അതിന് 2-3 തലമുറ കഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ യൂറോപ്പിൽ ഈ ഡെവലപ്മെൻറ്റ് വന്നത് 300 കൊല്ലം കൊണ്ടാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ് ഒരു 300 കൊല്ലം കൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് യൂറോപ്പിൽ വന്നത്. പക്ഷേ 30 കൊല്ലം കൊണ്ട് കേരളത്തിൽ ആ ഡെവലപ്മെൻറ്റ് വന്നു. അപ്പോൾ അത് നമ്മുടെ ജീനുകളെ ഓവർവെൽം ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ളൊരു കാരണം. അതിങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡെവലപ്മെൻറ്റ് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതല്ല. പക്ഷേ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഡയറ്റ് ഒന്ന് കീപ്പ് ചെയ്യണമായിരുന്നു, ഡയറ്റിനൊരു മോഡറേഷൻ വരുത്തണമായിരുന്നു, എക്സസൈസ് ചെയ്യണമായിരുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ യൂറോപ്യൻ കൺട്രീസിൽ ഈവൻ അമേരിക്കയിൽ പോലും അവർ ചെയ്യുന്നുണ്ട്. അവിടെ സമ്പന്നരാണെങ്കിൽ തന്നെ അവർ ഡയറ്റിനെ കുറിച്ച് അവർക്ക് പഠിക്കുന്നുണ്ട്. രണ്ടാമത് അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് തന്നെ.
നമ്മൾ കൃഷിപ്പണി ചെയ്യുന്നില്ലെങ്കിലും അവരതിന് പകരം പോയി എക്സസൈസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് അവർ റിലാക്സ് ചെയ്യുന്നുണ്ട്. ആഴ്ച 5 ദിവസം ജോലി കഴിഞ്ഞാൽ 2 ദിവസം ഗോ ഫോർ റിലാക്സേഷൻ. നമ്മളിവിടെ അങ്ങനെയല്ല. എന്നും 7 ദിവസം വീട്ടിൽ വെറുതെ അല്ലെങ്കിൽ സ്ട്രെസ്സാണ് നമുക്കെന്നും. അതായത് റിലാക്സേഷന് പോകുന്നില്ല. കോമൺ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞു. ഇപ്പം ഞങ്ങൾ നേരത്തെ 50 കൊല്ലം മുമ്പാണെങ്കിൽ വായനശാലകളുമായിട്ട് ബന്ധപ്പെട്ട കോമൺ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം വളരെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആ ഘടകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ കേരളവും ബീഹാറുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ തന്നെ ഈ ലോബി എന്നുള്ള അത് നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും അല്ല. അത് മോഡേൺ മെഡിസിനിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് വന്നേക്കുന്നത്. എല്ലാം അമേരിക്കയിൽ നിന്നാണ് കൂടുതലും വന്നേക്കുന്നത്. പക്ഷെ അത് ശാസ്ത്രീയമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങൾ, മൊബൈലുകൾ, ഈ ഒരു സംസ്കാരമൊക്കെ കേരളത്തിൽ വന്നത് ഈ ഡയബറ്റിക് പേഷ്യൻ്റെ ശതമാനം കൂടാണ്ട് കാരണം അല്ല, അങ്ങനെ പറ്റില്ല. അങ്ങനെ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളിനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറ്റത്തില്ല. കാരണം അത് ഇപ്പം 30 വയസ്സ് 35 വയസ്സുള്ള ഒരാളിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140 ഉണ്ടെങ്കിൽ ഹീസ് ഡയബറ്റിക്. അത് നമ്മൾ നിയന്ത്രിച്ചില്ല, ആ സമയത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് 200 ആവും, 250 ആവും, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്തെ നമ്മൾ ആഹാരം നിയന്ത്രിച്ചാൽ ആ സമയത്തെ മരുന്ന് കഴിക്കണം പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ ഡയബറ്റിക് ആണെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വരുന്നിട്ട് ഞാൻ ഡയബറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അന്ന് ഡേ 1 മുതൽ തന്നെ ഗുളിക കഴിക്കണം എന്നല്ല, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കണം എന്നല്ല. യുവർ ഷുഗർ ഈസ് അബ്നോർമൽ. അപ്പോൾ അത് നോർമലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അത് ഡയറ്റ്, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കരുത്, കൂടുതൽ കലോറികളുള്ള ആഹാരം കഴിക്കരുത്, ഡയറക്റ്റ് ഷുഗേഴ്സ് ഒഴിവാക്കണം. രണ്ടാമത് ഡെയിലി ഒരു ½ an hour to 1 hour എക്സസൈസ് ചെയ്യണം. ചെയ്യാത്ത ഒരാളിന് എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം. അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കണം. ഈ 3 ഘടകങ്ങളാണ് അഡാപ്റ്റ് ചെയ്യാൻ ആദ്യം പറയുന്നത്. അല്ലാതെ മരുന്ന് കഴിക്കാൻ പറയുന്നില്ല ആദ്യം. അത് കണ്ട് കൺട്രോൾഡ് ആവുന്നില്ലെങ്കിലേ നമ്മൾ മരുന്നിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ അതൊരു മരുന്ന് ലോബി എന്നുള്ള ഒരു ശാസ്ത്രീയമല്ലത്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് ഒരാളിനെ അങ്ങനെ തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ ചെയ്യുന്നവരുണ്ടാവും. ഇതിനകത്തല്ല എല്ലാത്തിനും ഈ നമുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു സംശയം പബ്ലിക്കിനിടയിൽ ഇപ്പോൾ ഞാൻ ഹോമിയോ ഡോക്ടർ, ഞങ്ങളെടുത്താൽ തന്നെ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇൻസുലിൻ എടുക്കുന്നതാണോ അതോ ടാബ് കഴിക്കുന്നതാണോ ഒരു പേഷ്യനെ സംബന്ധിച്ച്? അത് സാധാരണ നമ്മളോടൊക്കെ ചോദിക്കുന്നതാണ്. അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പ്രാധാന്യം. ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇപ്പോൾ 126 താഴെയാണ് നോർമൽ. പക്ഷേ ഒരു 130 താഴെ നിന്നാൽ മതി. 130 അല്ലെങ്കിൽ 140 താഴെ നിൽക്കണം. ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗർ ഒരു 180 താഴെ നിൽക്കണം. അത് ടാബ്ലറ്റ് കൊണ്ട് നിയന്ത്രിക്കാമെന്നുണ്ടെങ്കിൽ, ഈ നിലയിൽ നിലനിർത്താമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് മതി. അതുകൊണ്ട് ഒക്കാത്തൊരവസ്ഥ വരും. കാരണം ഡയബറ്റീസ് ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇൻസുലിൻ ആദ്യം ടൈപ്പ് 2 ഡയബറ്റീസ് തുടങ്ങുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് വേണ്ട പോലെ ആക്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രശ്നം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ വരും ആദ്യ ഭാഗത്ത്. അപ്പോൾ അതിന് ഇൻസുലിൻ ഓവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസുലിൻ ഉണ്ടാകുന്ന സെല്ലുകളുടെ മരണം സംഭവിക്കും, സെല്ലുകൾ എണ്ണം കുറയും. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻസിയിലോട്ട് പോകും. അപ്പോൾ ഒരു ആൾ നല്ല ഡയബറ്റിക് ആകുമ്പോഴത്തേക്ക് ഒരു 50% അതിന് മുമ്പ് തന്നെ പ്രോസസ്സ് തുടങ്ങി. അപ്പം ആദ്യമൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ബീറ്റാ സെല്ലുകൾ ഡെത്ത് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 50% കുറഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും ഡയബറ്റിക് ആവുന്നത്, ഫ്രാങ്ക് ഡയബറ്റിക് ആവുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ട്, ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കവർ ചെയ്യാനായിട്ടുള്ള ഗുളികകളാണ് നമ്മൾ സാറിന് കൊടുക്കുന്നത്. ഇപ്പോൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളികകളാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ളതും, ഈ വേറെയുള്ള ക്ലെമിപ്രൈഡ് എന്നുള്ള ഗുളികകളാണെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാനുള്ളത്, ഉള്ള സെല്ലുകളെ കൊണ്ട് മാക്സിമം ഉണ്ടാക്കിക്കാനായിട്ടും. അപ്പോൾ അത് രണ്ടും കൊണ്ട് കുറേ കാലം പോകും. മേ ബി 10 years, മേ ബി 15 years. അത് കഴിയുമ്പോൾ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെല്ലുകൾ പിന്നെയും കുറഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ മാക്സിമം ആ സെല്ലുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാവില്ല. അപ്പോൾ യു ഹാവ് ടു ഗീവ് എക്സ്റ്റേണൽ ഇൻസുലിൻ. അപ്പോൾ എപ്പോഴാണ് ഇൻസുലിൻ തുടങ്ങേണ്ടതെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വെദർ യുവർ ടാബ്ലറ്റ്സ് വിൽ ബി ഏബിൾ ടു കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ. അങ്ങനെ കൺട്രോൾഡ് ആയി ഇല്ലെങ്കിൽ ആ സമയത്ത് മതി ഇൻസുലിൻ. പിന്നെ ഇത് രണ്ടിൽ ഏതാണ് നല്ലതെന്നുള്ളതിനകത്ത് പ്രസക്തിയില്ല. ഗുളിക കൊണ്ടായാലും കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതിനാണ് പ്രധാനം. ഹൗ യു ഡു ഇറ്റ് എന്നുള്ളതിന് പ്രാധാന്യമില്ല. ഒക്കാത്തൊരവസ്ഥ വരുമ്പോൾ എല്ലാവർക്കും മിക്കവാറും ഇൻസുലിൻ വേണ്ട ഒരു അവസ്ഥയിലിട്ട് വരാം. 10-15 വർഷം, 20 വർഷം, ചിലർക്ക് 30 വർഷമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ട് നല്ല കൺട്രോളിൽ. ചിലർ 5 വർഷം കഴിയുമ്പോഴേ തന്നെ ഈ ബീറ്റാ സെൽ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി എത്ര ഫാസ്റ്റായിട്ട് കുറയുന്നവർക്കാണ് നേരത്തെ ഇൻസുലിൻ വേണ്ടി വരും. അപ്പോൾ അത് എപ്പോഴാണെന്നുള്ളതിനും ഏത് ഗുളികയാണോ നല്ലത് മറ്റേതാണോ നല്ലതെന്നുള്ളതിനകത്ത് വലിയ അർത്ഥമില്ല. കൺട്രോൾ ചെയ്യാൻ ഗുളിക കൊണ്ട് പറ്റുന്നിടത്തോളം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ.
അതുപോലെ മറ്റൊരു കാര്യം, ഈ ആളുകൾക്ക് ഞാനടക്കമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത്ര ഡീപ്പായിട്ടൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഒരു ദിവസം എത്ര കലോറി ഫുഡ് കഴിക്കണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടാകാറുണ്ട്. അതിനെപ്പറ്റി അല്ല അത് ശരിയാണ്. ഈ ഡയബറ്റീസ് ഇല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ ഒരു വലിയ റെസ്ട്രിക്ഷൻ്റെ ആവശ്യമില്ല, നമുക്ക് കഴിക്കാം. അപ്പം ഉള്ളി തിങ് വെയിറ്റ് കൂടാതെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ഒബീസിറ്റി കൂടാതെ നോക്കുക എന്നുള്ളത് ഇതിനകത്ത് റെസ്ട്രിക്ഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻ സാധാരണ ഇത് പറയാറില്ല. ഈവൻ ഡയറ്റ് ചെയ്ത് കഴിക്കാമെന്നുള്ളതിനും. പക്ഷേ പൊതുവേ കൊളസ്ട്രോളും ഡയറ്റ് കുറയ്ക്കാനായിട്ട് കൊഴുപ്പുള്ള ആഹാരങ്ങൾ പൊതുവെ കുറയ്ക്കണം എന്നുള്ളതല്ലാതെ വലിയ റെസ്ട്രിക്ഷൻ. പക്ഷേ വൺസ് യു ബിക്കം ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കലോറിയുടെ ഒരു അളവ് വെക്കേണ്ടി വരും. അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ അനുസരിച്ചാണ്. വെറുതെ സെഡൻറ്ററി ആയിട്ടിരിക്കുന്ന ഒരാളിലാണെങ്കിൽ ഒരു 25 to 30 കാലറീസ് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്, ബോഡി വെയിറ്റിൻ്റെ അനുസരിച്ചിട്ടാണ്. വെറുതെ ഇരിക്കുന്ന ഒരാളിനാണെങ്കിൽ ഒരു 30 കാലറി. ഇപ്പോൾ ഒരു 50 കിലോ വെയിറ്റുള്ള ഒരാളിനാണെങ്കിൽ 1500 കലോറി ഒരു ദിവസം കഴിക്കാം. അത് അയാൾ തന്നെ നല്ല അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ 40-45 കാലറി പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് കഴിക്കാം. അപ്പോൾ 2000-2500 വരെ കഴിക്കാം. രാവിലെ മുതൽ വൈകിട്ട് വരെ കളിക്കുന്ന ഒരാളിനാണെങ്കിൽ അയാൾക്ക് 30 പകരം 45 കാലറി കഴിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഈ അണ്ടർ വെയിറ്റ് ഉള്ള ആളിനാണെങ്കിൽ ശകലം കൂടുതൽ കഴിക്കാമെന്ന് പറയും. ഓവർ വെയിറ്റ് ഉള്ളതാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനോടാണെങ്കിൽ ശകലം കുറച്ച് കഴിക്കാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എത്ര കലോറി കഴിക്കാമെന്നുള്ളത്. റഫ്ലി ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് സാധാരണ വലിയ അധ്വാനമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു 1500 മുതൽ ഒരു 1800 കലോറി ഒരു ദിവസം കഴിക്കേണ്ടത്. അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ ഒരു 50%, 55%. ഒരു അത് പിന്നെ ഏത് ഡയറ്റാന്നുള്ളതിൻ്റെ അനുസരിച്ചാണ്. പ്രോട്ടീൻ ഒരു 20-25% വേണം. ബാക്കി ഫാറ്റ്, പിന്നെ ഫൈബർ കൂടുതലായിട്ട് കഴിക്കണം. അതാണ് സോഷ്യലി പറയുന്നത്. അതാണ് ഒരു ലാസ്റ്റ് ചോദ്യം. നമ്മൾ ഈ ഫ്രൂട്ട്സ്, നാച്ചുറൽ ഫ്രൂട്ട്സ് അത് കഴിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഫ്രൂട്ട്സിനകത്ത് കലോറി കൂടുതൽ അടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കണം എന്നാണ് അവർ പറയുന്നത്. കാരണം വൈറ്റമിൻ സി ഒക്കെ അതിലിട്ട് കിട്ടുള്ളൂ. അപ്പം പിന്നെ അതിനകത്ത് ഈ ഫൈബർ എടുത്ത് കളഞ്ഞ് ജ്യൂസാക്കി കുടിക്കുന്നത് ശരിയല്ല. അതിനകത്ത് ഫൈബർ കണ്ടന്റുള്ള, ഇതിനകത്ത് നല്ല ഈ ഫൈബേഴ്സ് ധാരാളമുണ്ട് മിക്കവാറും എല്ലാ ഫ്രൂട്ടിനും. അപ്പോൾ അത് കാരണം അതിനകത്തുള്ള കലോറി കുറച്ചുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. അതിൽ ശരിക്കും പറഞ്ഞാൽ കഴിക്കാവുന്ന ഇപ്പോൾ ഓറഞ്ച്, ആപ്പിള്, പേരയ്ക്ക, ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ചക്കയ്ക്കകത്ത് ചക്ക നല്ലതാണ്, പക്ഷേ ചക്കപ്പഴത്തിനകത്ത് ഷുഗർ കൂടെ ഉള്ളതാണ്. അതിനകത്ത് വലിയ മീനിങ് ഇല്ലാത്ത കാര്യമാണ്. ചക്കയുടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ആ ക്രൈസ് പോയി. ഒരു കാലത്ത് വലിയ ക്രൈസ് ആയിരുന്നു, പക്ഷേ അതിനകത്ത് വലിയ ശാസ്ത്രീയമായ ബേസ് ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം, ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കഴിക്കണം തന്നെ. എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇത്രയും ഭംഗിയുള്ളത്, അതുപോലെ വിജ്ഞാനപ്രദമായ ഒരു പാർക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനെ അതിലും അപ്പുറമാണ്. ഇത്രയൊരു കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളും. ഞാൻ അവിടെ എല്ലാം പോയിരുന്നു. മിയാവാക്കി ഫോറസ്റ്റൊക്കെ, അതൊരു വലിയ കാര്യം. ഇത് കേരളത്തിൽ ഡയബറ്റിക് പേഷ്യൻ്റായിട്ടുള്ളവർക്കും അല്ലാതെ കുഞ്ഞു കുട്ടികൾക്കും എല്ലാം വളരെ പ്രചോദനമാണ്. ഇങ്ങനെ ഇത് കാണുമ്പോൾ മറ്റു പലരും ഇങ്ങനെ ചെയ്യാനും അവർക്കൊരു പ്രയോജനമുണ്ട്. ഈ ഒരു മെസ്സേജ് സാറിനെ പോലുള്ളവരെ ഈ മെസ്സേജ് സമൂഹത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഹെൽപ്പാണ് ആവശ്യം. കാരണം ഇതൊരു എന്താ പറയുക, ഔട്ട് ഓഫ് ദി വേ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് കാരണം അതിനും നിങ്ങളെപ്പോലുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ പിന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഇത് വിജയിക്കത്തുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അപ്പോൾ കാണുന്ന ഓപ്ഷനുകളിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും മറ്റ് പോഡ്കാസ്റ്റുകളിലും കേൾക്കാൻ കഴിയുന്നതാണ്. അതിനായി ലീഫ്ടെക് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. വിശദമായി വായിച്ചറിയാൻ ലീഫ്ടെക് ഇന്ത്യ ബ്ലോഗ് സ്പോട്ട് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലീഫ്ടെക് മെഡിലൈഫ് സൈനിങ് ഓഫ്.